ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാമിലി ഫോർ അവർ വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെ ഏറ്റവും നല്ലൊരു പ്രൗഡ് മൂമെൻ്റാണിത്. കാരണം ഞങ്ങളുടെ റോബി ആശൻ ഞങ്ങളുടെ നാടിൻ്റെ തന്നെ ക്ലബ്ബായ ഡയാന ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ്ബിൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ഇന്ന് 25 വർഷം തികയാണ്. അപ്പം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ചേട്ടന്മാരും എല്ലാവരും ചേർന്നിട്ട് റോബി ആശനെ അനുമോദിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും നല്ലൊരു പ്രൗഡ് മൂമെൻ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അനുമോദിക്കുന്നത് പിന്നെ കാണാം. ഓക്കെ, ബൈ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഡയാന ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ ഒരു സെക്രട്ടറി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്നാൽ സെക്രട്ടറി ആയിട്ട് 1-2 കൊല്ലമല്ല, 25 വർഷം നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ മിസ്റ്റർ റോബിൻ ബേബി ഇവിടെ ഇത്രയും വർഷം 25ാമത്തെ വർഷം ഇവിടെ പൂർത്തിയാകുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലബിന്റെ വകയായും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും വകയായും നമ്മൾക്ക് ചെറിയൊരു ആദരവ് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവരും ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കുക. 1-2 വർഷമല്ല, 25 വർഷമാണ്. അത് ചെറിയൊരു കാര്യമാണ്. അതിലെ നമ്മുടെ ക്ലബിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രസിഡന്റ് സനില് ഒരു ബൊക്കെ സമ്മാനിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം, നല്ലൊരു ക്ലാപ്പ്. ഏറെ സന്തോഷമാണ്. റോബിൻ എന്ന വ്യക്തി ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. സർ, നിങ്ങൾ ഒരുക്കിയ ഒരു അന്തരീക്ഷം, കാരണം ഓണാഘോഷം പലയിടത്തും നടക്കുന്നുണ്ട്. എന്റെ നാട്ടിലും ക്ലബ്ബുകളുണ്ട്. ഒരു സമയത്ത് കുമ്മുൾ പോലെ ക്ലബ്ബുകൾ വരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ പലതും കാണാനില്ല. ഇവിടെ വന്ന് 37 വർഷം ഈ ക്ലബ്ബ് നിലനിന്നു എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് കുറച്ച് മണിക്കൂറുകളൊന്ന് കൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നുള്ളതാണ്. നിങ്ങൾ കാണിക്കുന്ന ചിട്ടയായ പ്രവർത്തനം അത് തന്നെയാണ്, അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഈ ക്ലബ് അംഗങ്ങളുടെ നാട്ടുകാരുടെ സഹകരണം ഒന്നുറപ്പാണ്. 37 അല്ല, 370 വർഷം പോകും. ഇത് പറയാൻ വെറുതെ പറയുന്നതല്ല. ഞങ്ങളിങ്ങനെ ദിവസം ഓരോ വേദികളിൽ പോകണം. ചില സ്ഥലത്ത് പോകുമ്പോൾ നല്ലതെന്ന് തോന്നിയാൽ അത് പറഞ്ഞിട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് രണ്ടുപേർക്കും ഓരോ ആദരവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമാണ്. എങ്കിലും ഒരു കാര്യം കൂടെ നിർവഹിക്കാനുണ്ട്. സർ, പോകരുത്. കാരണം ഇവിടെ വന്നപ്പോൾ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനകത്താണ് അറിയാൻ സാധിച്ചത് ഇവിടെ ലൈബ്രറി പണിയാൻ പോവുകയാണോ അല്ലേ? അതിന്റെ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണോ? എന്ത് തന്നെ ആയാലും മറ്റൊന്നും അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരം വിസ്മയ വിഷന്റെ വലുതൊന്നുമല്ല, ചെറിയൊരു സമർപ്പണം ഇപ്പോഴും നിങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ക്ലബ്ബുകൾ, നല്ല അടിസ്ഥാനമുള്ള ക്ലബ്ബുകൾ ഇനിയും വളരണം. കാരണം നാടിന് പണ്ടത്തെ കാലമല്ല ഇന്ന്, പക്ഷേ പഴയ കാലത്തിലേക്ക് കുരുന്നുകൾ തിരിച്ചു പോകേണ്ട സമയമായി എന്നുള്ളതാണ്. ഇന്നത്തെ ജീവിതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ക്ലബ്ബുകളും കളികളും കലാകായിക മത്സരങ്ങളും അത് ക്ലബ്ബുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതും ഇതുപോലത്തെ ബേസ് ആയിട്ടുള്ള നല്ല ഫൗണ്ടേഷനുള്ള ക്ലബ്ബുകൾക്ക് മാത്രം അത് ഉയർന്നു വളരുക തന്നെ വരണം. അതിന് ഒത്തിരി സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കമ്മിറ്റി കൂടി ഈ പ്രാവശ്യത്തെ 37ാമത്തെ വാർഷികവും അതിൻ്റെ ഓണാഘോഷ പരിപാടിയും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും സമയക്കുറവ് കാരണം ഒരുപാട് സമയം വൈകിയാണ് നമ്മളിത് കമ്മിറ്റി കൂടിയത്. എനിക്ക് തോന്നുന്നൊരു 10-12 ദിവസം മാക്സിമം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സെയ്ദ് എന്ന് പറയുന്ന ഒരു ദീർഘകാലമായിട്ട് കഴിഞ്ഞൊരു 18 വർഷമായിട്ട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നൊരു കക്ഷി കൊല്ലമായിട്ട് നമ്മൾ നല്ല അടുത്ത ബന്ധമാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മുടെ ഈ സ്റ്റേജും നമ്മുടെ ഇവിടുത്തെ ഒരു ചുറ്റുവട്ടം എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പുള്ളി. അപ്പോൾ പുള്ളിയായിട്ട് എൻ്റെ അടുത്ത ബന്ധമാണ്. അപ്പോൾ പുള്ളി ആ പ്രോഗ്രാം ഇതെല്ലാം വിട്ടിട്ട് പുള്ളി വേറെ എന്തോ ബിസിനസ്സിൽ പോയി. പക്ഷേ അടുത്ത ബിനു എന്തോ
അനു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ, നമ്മുടെ ഈ ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നാടാണ്. ഈ പറയുന്ന ഗ്രാമീണ ഇവിടെ പരിപാടി വിജയിപ്പിക്കുക, എന്ത് സഹകരണമോ എന്ത് സഹായമോ ഈ നാടിൻ്റെ ഭാഗത്തുനിന്നും ക്ലബിൻ്റെ ഭാഗത്തുനിന്നും അവർക്കുണ്ടാവും. പിന്നെ എല്ലാ പരിപാടിയും ഹൈഫൈ ആവണമെന്നില്ല, പക്ഷേ നമ്മുടെ ലിമിറ്റ് അനുസരിച്ച് ആരും മോശം പറയരുത്. ഇതായിരിക്കണം നമുക്ക് തരേണ്ട പ്രോഗ്രാം. ഇത് മാത്രമേ ഞാൻ പുള്ളിയോട് പറഞ്ഞോളൂ. എന്തായാലും കണ്ടവരും കേട്ടവരും എല്ലാം നിങ്ങളെ ഈ പറഞ്ഞ ഈ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇല്യൂഷൻ വിസ്മയ തിരുവനന്തപുരം, അതിലുപരി താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ മുൻപോട്ട് വളരെ നല്ലൊരു ദീർഘയാത്ര ചെയ്യട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും സെക്രട്ടറി എന്നുള്ള എൻ്റെ പേരിലും ഡയാന ആർട്സ് ആൻഡ് കൾച്ചർ ക്ലബിൻ്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. വളരെയേറെ ധന്യമായ ഒരു വേദിയാണ്. എന്നും തിരുവനന്തപുരം വിസ്മയ വിഷുവിന്റെ ഹൃദയത്തിൽ ഒപ്പോടെ സൂക്ഷിക്കുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഈ ഡയാന ആർട്സ് ആൻഡ് കൾച്ചർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിലേതാണ്. നമ്മളെ കുടുംബത്തിനകത്ത് 5 പേരുണ്ട്. ഒരാൾ അല്ല 5 അല്ല 6, 7 പേരുണ്ട്. ഇതിനകത്ത് ഏറ്റവും എൻ്റെ നല്ല സമയം മുതൽ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ 25 വർഷം ഇതിനകത്ത് സെക്രട്ടറി ആവുകയും എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തനായി എൻ്റെ അനിയൻ സനൽ, അതിൻ്റെ ഖജാൻജിയായി പ്രവർത്തിച്ച നികാസ്, അതിൻ്റെ ക്രൂ മെമ്പറായി പ്രവർത്തിച്ച റോയി, അതിൻ്റെ ക്രൂ മെമ്പറായി പ്രവർത്തിച്ച ജോബി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇത്രയും പേർക്ക്, ഇനി രാജേഷോടുണ്ട്, പിന്നെ വേറെ ആരെങ്കിലും റിജോ, അവർ രണ്ടും കൂടി സ്ഥലത്തില്ല. പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന്, ബാക്കി എൻ്റെ പ്രിയ അനിയന്മാരെല്ലാവരും കൂടെ ചേർന്ന് വാർത്തെടുത്ത ഇതിൻ്റെ ഓണാഘോഷം, 37ാമത് ഓണാഘോഷത്തിൽ വളരെ സജീവമായി നിൽക്കാൻ കഴിഞ്ഞതിൽ, ഇതിൻ്റെ സെക്രട്ടറിയായി ഇത്രയും നാൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു.